ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ എരിശ്ശേരി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എരിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൻപയറും മത്തനുമാണ് എടുത്തത്. അപ്പോൾ ഇത് 1.5 കപ്പ് വൻപയർ 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് 2 വിസിലാകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 വിസിലായപ്പോഴത്തേക്ക് തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മത്തനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു കഷ്ണം മത്തൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് മത്തന് പകരം ചേനയും ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ മത്തൻ ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു വിസിലാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും 2 പച്ചമുളകും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കുന്ന ആ ഒരു പരുവത്തിൽ തേങ്ങ ഒതുക്കിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മത്തനും വൻപയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിൽ. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നാൽ അതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തേങ്ങ നമ്മൾ നേരത്തെ തേങ്ങയും മത്തനും പയറൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.